ഇത് കണ്ടാലും കേരളം അല്ലാന്ന് ആരെങ്കിലും പറയോ? പക്ഷേ അല്ല, ദിസ് ഈസ് അവർ സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡ്. നമ്മൾ ഇന്നുള്ളത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ. രാവിലെ തന്നെ ബാങ്കോക്കിൽ നിന്ന് ഇറങ്ങി. ബാങ്കോക്കിന് 2 hours ഉണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്താൻ. ഇതൊരു വില്ലേജിന്റെ ഉള്ളിലാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ ലേഡിയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ആ ഒരു പാക്കേജ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതൊരു ചെലവ് പിടിച്ച സംഭവമാണ്. ഇതിന് പോയില്ലേലും കുഴപ്പമില്ല കേട്ടോ. അവിടെ പോകുന്നവരാണ് സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ സൈഡിലിരിക്കുന്നത് ഈ കടക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മാടി വിളിക്കും. പല കാര്യങ്ങളും നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ കുറെ കാശ് കളയാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം ഒരുപാട് കടകളുടെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അന്തസ്സായിട്ട് ഫുഡിന് മാത്രമാണ് കേട്ടോ കാശ് കളഞ്ഞത്. ആദ്യം ഒരു കരിക്ക് കുടിച്ചു. കരിക്ക് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ കുടിച്ചത്. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ടെമ്പിളിലോട്ട് പോവാണ്. ഇത് ബുദ്ധന്റെ ടെമ്പിൾ ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ബുദ്ധനുണ്ട്. ഉള്ളിൽ ക്യാമറ അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ക്യാമറ അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. ഒരു പ്രത്യേകതരം ഒരു സമാധാനമൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ അങ്ങോട്ട് ചെന്നിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേനും. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വീണ്ടും ബോട്ടിൽ കയറി നേരെ യാത്ര തുടങ്ങി. ചിൽഡ് ബിയർ ഒക്കെ അടിച്ചുകൊണ്ട് കേട്ടോ. പോണ വഴിക്കൊക്കെ എനിക്ക് ശരിക്കും പറയാം നമ്മുടെ നാട് പോലെയാണ് തോന്നിയത്. അതുപോലെ തെങ്ങും കാര്യങ്ങളും പോച്ചയും പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു സൈഡിലെല്ലാം. അങ്ങനെ എഞ്ചിലെത്തിയിട്ട് ഒരു ഉന്തുവണ്ടിയില്ല ഒരു റിക്ഷ പോലത്തെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. ആനപ്പുറത്ത് കയറാൻ പോവാണ്. പിന്നെ മുതലയുടെ ഷോ ഉണ്ട്, പിന്നെ മങ്കി ഷോ ഉണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പാക്കേജിൽ. അങ്ങനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ആനപ്പുറത്ത് കയറിയിട്ടോ. നാട്ടിലൊക്കെ വെച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഇല്ലായിരുന്നു. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു സാധനമൊക്കെ അടുത്ത ആഗ്രഹമായിരുന്നു ഒരു ടൈഗറിന്റെ അടുത്ത് നിന്ന് തൊടുക എന്നുള്ളത്. അങ്ങനെ അതും തിരിച്ചു വന്ന് പൂളിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുളിച്ചിട്ടോ. നല്ല ചൂടായിരുന്നു.